ഹായ് ഡിഫൻസ് എസ്പിറൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കും. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റീസെൻ്റായിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് പ്ലാൻ ചെയ്തിരുന്നു, ഒന്ന് മാത്സും അതുപോലെ തന്നെ ബാക്കി സെക്ഷൻസ് വേറൊരു ഇതിനകത്ത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ലോജിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. കാര്യം മാത്സിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ അത് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്ത് തന്നെ അതിൻ്റെ വീഡിയോസ് ചെയ്യും. അപ്പോൾ അത് ഉടനെ തന്നെ പാർട്ട് 2 വീഡിയോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പാർട്ട് 1 വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതൊരു എന്താ പറയുക ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ചോദിക്കുന്നത് എക്സാമിന്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കുക. സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. ഹോക്കി എന്ന് പറയുന്നത് സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ബാറ്റ്, സ്റ്റേഡിയം, പിച്ച്, ബാറ്റ്മാൻ എന്ന്. അപ്പോൾ ഹോക്കി സ്റ്റിക്കാണ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബാറ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നതാണ് സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞ് തരുന്നത് നമുക്ക് CRAP അതുപോലെ തന്നെ IMGK അങ്ങനെ ഒരു ഡിനോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഇതൊരു ട്രിക്കാണ്, ട്രിക്കല്ല, ഇത് ഏതൊരു എക്സാമിനാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പോൾ ലോജിക്കൽ റീസണിങ് ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ABCD എന്ന് പറയുന്നത് നിങ്ങൾ എഴുതണം. അത് അപ് ടു Z വരെ നമ്മളത് എഴുതണം. അപ്പോൾ അത് എഴുതിയതിന് ശേഷം ഇതിൻ്റെ മേളിൽ നമ്പേഴ്സ് കൊടുക്കണം. 1 2 3 അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് Z എന്ന് പറയുന്നത് 26. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് റഫ് പേപ്പർ എഴുതും, അതിനകത്ത് എഴുതി വയ്ക്കുക. അതിനകത്ത് എഴുതി വച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഓർഡർ, ഇതിൻ്റെ ചിലപ്പോൾ 2 നമ്പറിൻ്റെ ഗ്യാപ്പ് ആയിരിക്കാം, ചിലപ്പോൾ റിവേഴ്സ് ആയിരിക്കാം. അങ്ങനെ അത് നമുക്ക് ആ ഒരു പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സിക്ക് I എന്ന് പറയുന്നത് എത്ര ഡിഫറൻസ് വരുന്നു, അതുപോലെ ഇതിൽ നോക്കിയതിന് ശേഷം ഡിക്ക് അതുപോലത്തെ ഡിഫറൻസ് എത്ര വരുന്നു നോക്കി വേണം ചെയ്യാൻ. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു B ആൻസർ ആയിട്ട് കിട്ടും. അതാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, ഇത് ആ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ട്രിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യാനുള്ള A to Z വരെ എഴുതുക, അതിന് മേളിൽ 1 2 3 ഡിനോട്ടേഷനും കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 13:91 അതുപോലെ തന്നെ 7 എത്രയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇതെങ്ങനെ ഒരു റിലേഷൻ വരുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 13 × 7 എത്രയാണ്? ഈക്വൽ ടു 91. അപ്പോൾ 7 വെച്ചൊരു റിലേഷൻ വരുന്നുണ്ട്. 13 × 7 91 വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു 7 വെച്ച് നോക്കുക. 7 × 7 നോക്കുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 49. അപ്പോൾ നമുക്കിവിടെ ഒരു ആൻസർ ഉണ്ട് 49. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട മാത്രമല്ല ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ട്രിക്ക്. 13 × 7 ചെയ്യുമ്പോൾ 91, അതുപോലെ 7 × 7 ചെയ്യുമ്പോൾ 49. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. അടുത്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. ഇതിൽ വ്യത്യസ്തമായി ഉള്ള ഒരു വേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണ് എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ ക്യൂബ് എന്ന് പറയുന്നതും സ്ക്വയർ എന്ന് പറയുന്നതും സർക്കിൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ, സർക്കിൾ അതുപോലെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 പ്ലെയിൻ ആണ്. 1 പ്ലെയിനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും സ്ക്വയർ. അടുത്ത് നമ്മൾ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അതുപോലെ റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്യൂബ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് ഇതൊരു വൺ പ്ലെയിൻ അല്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ക്യൂബാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ക്യൂബ്. അപ്പോൾ ആൻസർ നോക്കിയാലും എ ആണ് ആൻസർ. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലോജിക്കാണ്, നമ്മൾ ചിന്തിച്ച് എടുക്കാനുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സമയം ലോജിക് സെക്ഷനിൽ കൊടുക്കാതിരിക്കുക. കാര്യം എക്സാം എന്ന് പറയുന്നത് ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ വേണം ചെയ്യാനുള്ളത്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏതാണോ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പോൾ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോളോയിങ് സെലക്ട് ദ ഓഡ് ലെറ്റർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ CJQX DKRY ELSW BAPW ഇങ്ങനെ നമുക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ABCD എഴുതിയേ പറ്റൂ. ABCD നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയതുപോലെ A to Z എഴുതുക, അതിൻ്റെ മുകളിൽ 26 വരെ 1 to 26 നമ്പറും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്താണ് ഒരു വേരിയേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് മനസ്സിലാവും. ലെറ്റ് സി, നമുക്ക് A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സി, അടുത്ത് ജെ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ക്യൂ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം സി കഴിഞ്ഞ് ജെക്ക് എത്ര വേർഡ്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. 1 2 3 4 5 6 വേർഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അടുത്ത് ജെ കഴിഞ്ഞ് ക്യൂവിൽ എത്ര വേർഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. 1 2 3 4 5 6. അപ്പോൾ അടുത്ത് നമ്മൾ എക്സ് ഡിഫറൻസ് നോക്കണം. ക്യൂ കഴിഞ്ഞ് 1 2 3 4 5 6. അപ്പോൾ അതിൽ 6 വേർഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് നോക്കുക, TKRY എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഡി കഴിഞ്ഞ് കെ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് വേണം 1 2 3 4 5 6. അപ്പോൾ അവിടെയും ഡിഫറൻസ്. അതുപോലെ കെ കഴിഞ്ഞ് 6 1 2 3 4 5 6 6. അത് കഴിഞ്ഞിട്ട് 6 കഴിഞ്ഞ് വൈ 1 2 3 4 5 6 6. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത് എല്ലാ വേർഡ്സിലും 6 വേർഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ ഇത് നോക്കാം, ഈ ഒരു സി. അപ്പോൾ ഈ കഴിഞ്ഞിട്ട് എല്ലിലേക്കുള്ള ഡിഫറൻസ് നോക്കണം. 1 2 3, ഇവിടെ 3 ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്തുള്ള ഡിഫറൻസ്. ബാക്കി എല്ലാ ഇതിലാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം 6 വേർഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ 6 വേർഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഓരോ വേർഡ് കഴിഞ്ഞിട്ട്. പക്ഷെ ഇതിലെന്ന് പറയുന്ന 3 വേർഡേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് റോങ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ ഓഡ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എഴുതുമ്പോൾ ABCD Z വരെ എഴുതിയിടുക, എന്നിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയും ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് നമ്പർ പെയർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. ഇതിലെ ഓഡ് നമ്പർ പെയർ സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പെയർ എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് 42ഉം 84 എന്ന് പറയുന്നത് ഈവനാണ്. അതുപോലെ തന്നെ 17 ഓടാണ്, പക്ഷേ 34 ഈവനാണ്. ഇത് 24 48 ആണെന്നുണ്ടെങ്കിലും ഈവനാണ്. അപ്പോൾ ഇതിനകത്ത് പെയർ എന്ന് പറയുന്നത് 13 25 ആണ്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഓടായിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്പർ 1, അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2, ഈ ഒരു ട്രയാങ്കിൾ എന്ന് 3, ഇതിനകത്തൊരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട് 4. അങ്ങനെ മൊത്തം നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് എന്ന് പറയുന്നത് 4 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഫിഗർ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതിനകത്തൊരു ചെറിയ ട്രയാങ്കിൾ, അങ്ങനെ 4 എണ്ണം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്സൈഡ്
ലൈനുള്ള പുറത്തുള്ള മൊത്തത്തിൽ ഇതൊരു വലിയൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ 1. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ അടുത്ത് 2. അതുപോലെ തന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ 3. അതുപോലെ തന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് 4. അതുപോലെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് 5. അതുപോലെ തന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ 6. ഇവിടെ ഉണ്ട് 7. താഴെ വരുന്നുണ്ട് 8. അടുത്ത് ഇതൊരു റെക്റ്റാങ്കിൾ ആണ് ഇത് മൊത്തത്തിൽ. അപ്പോൾ എത്രയായി 9. അതുപോലെ തന്നെ ഇത് കൂട്ടുക 10. അതുപോലെ തന്നെ ഇത് 11. ഇനി ഇതിനെ ഒറ്റ ഇതായിട്ട് എടുക്കുക. അപ്പോൾ 12. അതുപോലെ തന്നെ ഇതിനെ ഈ രണ്ടെണ്ണത്തിനെ മാത്രം ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ 13. അതുപോലെ തന്നെ ഈ രണ്ടെണ്ണത്തിനെ മാത്രം എടുക്കുക 14. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് മൊത്തത്തിൽ ഇവിടത്തെ സെക്ഷൻ കൂട്ടാതെ ഇത് മാത്രം ഇട്ടെടുക്കുക 15. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഇത് മൊത്തത്തിൽ എടുക്കുക 16. ഇവിടെയും അതുപോലെ തന്നെ വരും. അപ്പോൾ 17. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്കി ഏതെങ്കിലും ട്രയാങ്കിൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വേറെ ട്രയാങ്കിൾ ഒന്നുമില്ല. മൊത്തം ഇവിടെയും ഇതും എല്ലാം കൂടെ കൂട്ടി ഈ ഒരു ഇതിനകത്തുള്ള എല്ലാം കൂടെ കൂട്ടി 17 ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം 17 ആണോ എന്ന്. അതെ, ആൻസർ സി 17 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഇതിനകത്തെന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു ക്യൂബിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കും. SSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. GDക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് 3 പൊസിഷൻസ് ഓഫ് എ ക്യൂബ് ആർ ഷോൺ ബിലോ വിച്ച് വിൽ കം ഓപ്പോസിറ്റ് ഓഫ് ദ ഫേസ് അറ്റ് എ അറ്റ്. അപ്പോൾ നമ്മൾ നോക്കുക, പ്ലസ് ഉള്ള സമയത്ത് ഇത് ഫ്രണ്ട് വ്യൂ നമ്മൾ കാണുന്ന ഒരു ഫ്രണ്ട് വ്യൂവിൽ ഉണ്ടായിരുന്നു. അടുത്ത് അറ്റെന്ന് പറയുന്ന ടോപ്പ് വ്യൂവിൽ വരുമ്പോൾ ഐ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു അറ്റ് അടുത്ത് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് അറ്റിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിൽ കം ഓപ്പോസിറ്റ് ടു അറ്റ്. അപ്പോൾ അറ്റിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുക, നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് നമുക്കിവിടെ വിസിബിൾ അല്ല. ഇവിടെയും വിസിബിൾ അല്ലാത്ത ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് വിസിബിൾ അല്ലാത്ത പ്ലസ് ഒരിക്കലും ഓപ്പോസിറ്റ് അല്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ പ്ലസ് അല്ല എന്ന് മനസ്സിലായി. അടുത്ത് അറ്റിന് ഓപ്പോസിറ്റ് ഡോളർ അല്ല, ഡോളർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ അതും ഒരിക്കലും ഓപ്പോസിറ്റ് അല്ല. അറ്റിന് ഓപ്പോസിറ്റ് അല്ല ഈ ഒരു പെർസെൻറ്റേജ്, അപ്പോൾ അതുമല്ല. അപ്പോൾ ഇതിൽ വരാത്തൊരു ആൻസർ ഏതാണ്? ഹാഷ്. ഹാഷിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഒരു അറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അത് നിങ്ങൾ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യൂബ് ഈസ് ആൻസർ ഫിഗർ കനോട്ട് ബി മെയ്ഡ് ഫ്രം അൺഫോൾഡ് ക്യൂബ് ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യൂബിൻ്റെ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫേസിൽ വരുന്നതാണ് ഡോട്ട്, അതുപോലെ ടോപ്പ് വ്യൂവിൽ വരുന്നതാണ് സ്ക്വയർ, അതുപോലെ തന്നെ ഇതും അതിൻ്റെ ബാക്ക് എൻഡിൽ വരുന്നതാണ് ഈ ഒരു സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ഫോം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വരും എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇമാജിനേഷൻ സ്കില്ല് വേണം. ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സൈഡ് വ്യൂ, അതേസമയത്ത് ഇതെന്ന് പറയുന്നത് ബാക്ക് വ്യൂ ആണ് ഇതിൽ എ ഫിഗറിൽ. അതേസമയത്ത് ബിയിലാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സിയിൽ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് എന്താ പറയുക ഫ്രണ്ട് വ്യൂയിൽ വരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ഫ്രണ്ട് വ്യൂയിൽ എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് വരില്ല. കാര്യം ഇത് വന്നു കഴിഞ്ഞാലും ബാക്ക് വ്യൂയിൽ മാത്രം വരുന്ന ആ ഒരു ഫിഗറാണ് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ അനുസരിച്ച് ബാക്ക് വ്യൂയിൽ മാത്രം വരാനുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു സാധനം ഇവിടെ വരില്ല. അപ്പോൾ ഇതാണ് റോങ് ആൻസർ. അപ്പോൾ ഓഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനകത്താണെന്നുണ്ടെങ്കിലും
നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു സെക്ടർ ഇവിടെ വരുന്നത് എപ്പോഴും ബാക്കിലായിരിക്കും, ഏറ്റവും താഴെ. അത് നമുക്ക് കാണാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓപ്ഷനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇതിനകത്തെ ഒരിക്കലും ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത ഓഡ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഫ്രം ദ ഗിവൺ ആൻസർ ഷീറ്റ് സെലക്ട് വൺ ഓഫ് വിച്ച് ക്വസ്റ്റ്യൻ ഫിഗർ ഈസ് ഹിഡൻ എംബഡഡ്. ഈ ഒരു ഇതിനകത്ത് ഫിഗർ എംബഡ് ചെയ്തിരിക്കുന്ന ഏതിലാണെന്ന്, ഹിഡൻ എംബഡഡ് ആയിട്ടുള്ള ഫിഗർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഇതിനെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മേളിൽ അപ്ലിഫ്റ്റിലാണ് വേറൊരെണ്ണം വന്നിരിക്കുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡിയിലാണെന്നുണ്ടെങ്കിലും രണ്ട് ഇത് വരുന്നുണ്ട്. ഈ ഒരു എക്സ്ട്രാ വരുന്ന സെക്ഷൻ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ക്വസ്റ്റ്യന് ഇതായിട്ട് തന്നെ ആൻസർ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എയിലാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളതാണ്. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഈ ഒരു ഇസഡ് വന്നതിന് ശേഷം എക്സ്ട്രാ ഒരു വാല്യൂ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു ടെയിൽ. അപ്പോൾ അത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ടെയിൽ ഇവിടെ ഉണ്ട്, അതിന് മേളിൽ എക്സ്ട്രാ ആയിട്ടേ വന്നിട്ടുള്ളൂ. ബാക്കി ഫിഗറുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ രീതിക്കല്ല. ഈ ക്വസ്റ്റ്യനകത്തുള്ള എല്ലാ സാധനങ്ങളും ബാക്കി ഫിഗേഴ്സിൽ ഇൻക്ലൂഡഡ് അല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഇസഡിന്റെ ബാക്കി സെക്ഷൻ വരുന്നില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഇസഡിന്റെ ബാക്കി സെക്ഷൻ വരുന്നില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സെയിം ആയിട്ട് വന്നിരിക്കുന്നത് എ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വിച്ച് ഓഫ് ദ ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയറിനകത്ത് ഒരു സർക്കിൾ. അപ്പോൾ നമുക്ക് ഇവിടത്തെ ഒരു സർക്കിളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു സർക്കിളും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും, അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 വരയും കാണും ഇങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന ഫിഗർ ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മളെ ഫിഗർ വരാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫിഗർ ഏതാണ്, നമ്മൾ വരച്ചതുമായി ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക. ബിയിൽ അങ്ങനെ വരുന്നുണ്ട്, ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു രീതി നമ്മൾ വരച്ചതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ അത് നിങ്ങൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈഡിലുള്ള സെയിം സാധനത്തിൻ്റെ മിറർ ഇമേജ് പോലെയാണ് വരുന്നത്. അപ്പോൾ അത് സെയിം വരച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സി ആണ്, സി അല്ല ബി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ബി ആണ് നമ്മളെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിറർ ഇമേജിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കും. മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് മിറർ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. മിറർ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് എ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ എ ലൈൻ എ ബി വിച്ച് ഓഫ് ദ ആൻസർ ഫിഗേഴ്സ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ. മിറർ ഇമേജ് ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇറക്റ്റായി വയ്ക്കുമ്പോൾ അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീക്കിംഗ് G46 എന്ന് എഴുതിയിരിക്കുന്നു, ഫ്രീക്കിംഗ് 46 എന്ന് പറയുന്നത് ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരില്ല ഒരു കാരണവശാലും. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇത് എഫ് ആണ്, ആർ ആണ്, ഇ ആണ്, എ ആണ്, കെ ആണ്, ഐ ആണ്. അപ്പോൾ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 46 എന്ന് പറയുന്നത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്, ഇത് ഇപ്പുറത്ത് വരണം. അപ്പോൾ അത് റോങ് ആണ്. അടുത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FREAKI അതും ശരിയാണ്, ഇതും ശരിയാണ്. 6 അതുപോലെ തന്നെ ഈ ഒരു 6 എന്ന് പറയുന്നത് ടിൽറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിലും ഫ്രീക്കിംഗ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ബാക്കി സ്പെല്ലിംഗ് നോക്കുക, എ കഴിഞ്ഞ് ഐ ആണ് ഇവിടെ കൊടുത്തിരുന്നത്, ബാക്കി എല്ലാത്തിലും കെ ആണ്. അപ്പോൾ നമ്മൾ ആ മിറർ നോക്കുക, KING ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യം അല്ല വരാനുള്ള, രണ്ടാമതാണ് വരാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസറും തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു സി ആണ് ആൻസർ. അപ്പോൾ അതാണ് ആൻസർ സി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഡയഗ്രാംസ് ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് ദ റിലേഷൻ എമംഗ് ദ ഗിവൺ ക്ലാസസ് ബ്രെയിൻ, ലങ്സ്, ബോഡി. ഈ ഒരു 3 സെക്ഷൻസും തമ്മിലുള്ള ഇന്റർ ലിങ്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം ആണ്. വെൻ ഡയഗ്രാം കൺസെപ്റ്റ് ആണ്. ഒരു സർക്കിള്, അപ്പോൾ ഒരു സർക്കിളിനകത്ത് അല്ലെങ്കിൽ ആ സർക്കിളിന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ യൂണിയൻ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടിലും കോമൺ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇന്റർസെക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത്രയും അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇതിനകത്താണെന്നുണ്ടെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ബോഡിയാണ്. ബോഡിയുടെ ഭാഗമാണ് ബ്രെയിനും ലങ്സും. അപ്പോൾ രണ്ടും ഒരു ബോഡിക്ക് അകത്ത് വരുന്നതാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ആ ഒരു രീതിയിൽ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബിലോ ആർ ഗിവൺ സം സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ സം കൺക്ലൂഷൻസ് ടേക്കിംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ടു ബി ട്രൂ even if they seem to be a variance from the commonly known facts. Read all the conclusion, decide which of the given conclusion logically follow the statement. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അതിന് കൺക്ലൂഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഓൾ പേജസ് ആർ റെഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എല്ലാ പേജസും റെഡ് ആണെന്ന് പറയുന്നുണ്ട്. സം പേജസ് സോളിഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന സം സോളിഡ് ആർ റെഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓൾ റെഡ് ആർ പേജസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ റെഡ് എന്ന് പറയുന്ന പേജസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ന് പറയുന്നത് ഒരു ആൻസർ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കി ഇതെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻസ് എന്ന ഓൺലി വൺ ഫോളോസ്, കൺക്ലൂഷൻ ടു ഫോളോ, ഇത് തെറ്റാണ്, രണ്ടും അല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അതുപോലെ തന്നെ in the following questions below are given some statement followed by some conclusion taking the given statement to be true even if there seems to be variance from commonly known facts. Read the following conclusion, decide which of the given conclusion logic follow statement. Statement എന്ന് പറയുന്നത് all blacks are walls എന്ന് പറയുന്നുണ്ട്. എല്ലാ ബ്ലാക്കും wall ആണെന്ന് പറയുന്നത്. all colors are walls എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും all colors are walls. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം കളേഴ്സ് ബ്ലാക്ക് ആണ്, all walls are black ആണ്, all black are colors ആണ്. അപ്പോൾ ഇതല്ല, സം കളേഴ്സ് ആർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണെന്ന് പറയുന്നത് അത് ഓക്കെയാണ്. അപ്പോൾ all blacks are colors എന്ന് പറയുന്നുണ്ട്, അത് അല്ല. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് all blacks are walls എന്ന് പറയുന്നുണ്ട്, സം കളേഴ്സ് ആർ ബ്ലാക്ക് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതും അവ്യക്തമായിട്ടുള്ളതാണ്. കറക്റ്റ് ആയിട്ട് അതിനൊരു ചെയ്യാനുള്ള നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് ഇവർ തന്നിട്ടില്ല. അപ്പോൾ ഓൾ കൺക്ലൂഷൻ ഒൺലി കൺക്ലൂഷൻ വൺ ഫോളോസ് എന്ന് പറയുന്നത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഈ ഒരു ഒൺലി കൺക്ലൂഷൻ 3 എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് നെയ്തർ കൺക്ലൂഷൻ ഫോളോസ്. അപ്പോൾ അതിന്റെ ആൻസർ ഡി ആണ്. കാര്യം ഇതിനകത്തുള്ള ഒരു ആൻസറും നമുക്ക് സ്പെസിഫൈ ആയിട്ട് ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, റിലേഷൻസ്. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് പോയിന്റിങ് ടുവേർഡ്സ് എ മാൻ, ഒരാളെ ചൂണ്ടിയിട്ട് വുമൺ സെഡ് ഹീസ് ഫാദർ ഓഫ് മൈ സൺ സിസ്റ്റേഴ്സ് ഡോട്ടർ, ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വുമൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വുമൺ ഇത് ചെയ്തിട്ട് പറയുകയാണ് ഹീസ് ദ ഫാദർ ഓഫ് മൈ സൺസ് സിസ്റ്റർ ഡോട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് സൺ ഇൻ ലോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റിലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, റിലേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള SSCയുടെ എക്സാംസിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോയുടെ പ്രോബ്ലം. ഈ ഒരു റേഷ്യോന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് മാത്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത സെക്ഷനകത്ത് നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്ന്. കാര്യം ഇത് നിങ്ങൾക്ക് വെറും ആൻസർ അറിഞ്ഞിട്ട് കാര്യമില്ല, ഇത് നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും മാത്സ് വരുന്നതാണ്, അതും അതിന്റെ കൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ് എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നോക്കുക. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലോഡും ഒന്ന് ഡൗൺലോഡും, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലോഡും ഒന്ന് ഡൗൺലോഡും ആണ്. അതുപോലെ തന്നെ അടുത്ത് ഈ ഒരെണ്ണത്തിനകത്ത് മാത്രമാണ് എല്ലാം ഒരേ ഡയറക്ഷനിലോട്ട് മേളിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഇത് മേളിലോട്ടാണ്, ഇത് താഴോട്ടാണ്. അടുത്ത് ഇത് നോക്കിയാൽ സിമിലർ ആണ്, പക്ഷെ ഇത് മുകളിലും താഴോട്ടുമാണ്. ഇത് നമ്മൾ താഴോട്ടാണ്,
ഇത് മേളിലോട്ടുമാണ്. അപ്പോൾ ഇവിടെ ഇത് മാത്രമാണ് രണ്ടും മേളിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ഇൻ ദ ഫിഗർ there are four given out, three similar, some are one is not like other, select figure out. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഡിഫറെന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, സ്ക്വയർ പോലെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കണക്ഷൻ പോയിട്ട് ഇവിടെ ഒരു പുള്ളി പോലെ ഉണ്ട്, അത് കഴിഞ്ഞ് താഴോട്ട്. അപ്പോൾ അടുത്തതിലാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷം പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ അതിന് ശേഷം ടിൽറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ വരും. അടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ പൊസിഷൻ ഇവിടെയായി. പക്ഷെ അതിന്റെ പൊസിഷൻ ഇവിടെ ആയപ്പോഴത്തേക്കും ഈ പുള്ളിയുടെ പൊസിഷൻ തിരിഞ്ഞു. അപ്പോൾ അടുത്ത് നോക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എല്ലാ കേസിലും ഈ ഒരു സ്ക്വയർ ബോക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ, അത് കഴിഞ്ഞ് പുള്ളി വരുന്നു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വന്നു, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വന്നു. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്കും ഇവിടെ വരാനുള്ള സാധനം അത് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇറഗുലർ എന്ന് പറയുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലത്തെയാണ്. ഓഡായിട്ടുള്ളത് ഏതാണ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നിന്ന് കണക്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കണക്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അടുത്തതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ, അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ. ഇതിനകത്താണെന്നുണ്ടെങ്കിലും ട്രയാങ്കിൾ പോലെ വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പിൻ പോയിന്റ് പോലെ ഈ ആരോ കൊടുത്ത് ആരോയുടെ ക്ലോസിങ് സ്ക്വയർ ആണ്, ഇവിടെ ആരോയുടെ ക്ലോസിങ് സ്ക്വയർ ആണ്. അടുത്ത കേസിൽ ഇവിടെ മാത്രം നമുക്കിവിടെ ആരോ ഇല്ല, അത് ഇവിടെ ഇല്ല, അതൊരു വ്യത്യാസമാണ്. അടുത്ത് ഇവിടെ സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടിലും ഉണ്ട്, രണ്ടിലും എൻഡും ടെയിലും കറക്റ്റ് ആണ്, ഇവിടെയും ടെയിൽ കറക്റ്റ് ആണ്. അപ്പോൾ ഇതിന് ഡിഫറെന്റ് എന്ന് പറയുന്നത് ബി ആണ്, ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനകത്ത് എന്ന് പറയുന്നത് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് സൈൻ ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ നാലെണ്ണത്തിനകത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ബോക്സിന്റെ സെൻട്രലാണ് ഡാർക്ക് ബ്ലാക്ക് പോയിന്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇവിടെയും 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 ഇവിടെയും. അപ്പോൾ അടുത്ത് എങ്ങനെ വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു ഫിഗറാണ്. ഈ ഒരു രീതി നമ്മുടെ ഈ ഒരു ഫിഗറാണ് ഈ ഫിഗർ. അപ്പോൾ അതല്ല എന്തായാലും. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ലാസ്റ്റ് വന്നിട്ട് ഇത് ലാസ്റ്റ്, ഈ ഒരു ഫസ്റ്റിലത്തത് ലാസ്റ്റ് വരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ സെൻറ്ററിൽ വരുന്നുണ്ട്. സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതും നമ്മുടെ സിയുമായിട്ട് വരുന്നുണ്ട്. അടുത്ത് ഡിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പൊസിഷനിൽ ഇതിന് മുമ്പ് വന്നിട്ടില്ല, വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് സൈൻ ദ ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റിനകത്ത് എക്സ്, അടുത്തതിനകത്ത് എക്സ് പ്ലസ്, അടുത്ത എക്സിനകത്ത് എക്സ് പ്ലസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സ് ഇല്ല, എക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു എക്സ് മിസ്സിംഗ് ആണ്, പ്ലസ് ഉണ്ട്, അതും എന്തായാലും ഉണ്ട്, പെർസെൻറ്റേജും ഇവിടെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എ ഉണ്ട്. അപ്പോൾ ഓരോന്നിലും ഓരോ പുതിയ ടേം വെച്ചാണ് വന്നത്. ഇവിടെ പ്ലസ് ഇല്ലായിരുന്നു, ഇവിടെ പ്ലസ് വന്നു, ഇവിടെ പെർസെൻറ്റേജ്, ഇവിടെ പെർസെൻറ്റേജിൽ ഇവിടെ പെർസെൻറ്റേജ് വന്നു. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യം എന്തായാലും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ന് പറയുന്ന സ്ക്വയർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഡി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ സൈൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഏത് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിനകത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ടും ഹാഷും എഫും ആണ്, പി തിരിച്ച് അതുപോലെ തന്നെ ഇറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡോട്ട് സെയിം പൊസിഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണെന്നുണ്ടെങ്കിലും ഡോട്ട് ഉണ്ട്, ഇവിടെയാണെന്നുണ്ടെങ്കിലും ഡോട്ട് ഉണ്ട്,
ഇവിടെയാണെന്നുണ്ടെങ്കിലും ഡോട്ട് ഉണ്ട്. ഇതിനകത്ത് മാത്രം നമുക്ക് ഡോട്ട് ഇല്ല. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അത് ആ ഒരു ഇത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. സിമ്പിളായിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ട്രിക്കും, അവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ ആൻസർ നമുക്ക് തെറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ ബാക്കി എല്ലാത്തിലും ബോൾഡ് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആൻസർ, ഡി. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ സർട്ടൻ ലാംഗ്വേജ് ഫ്ലെയിം ഈസ് റിട്ടൺ ഇൻ 69431 ആൻഡ് MOCT ഈസ് റിട്ടൺ as 3872. ഹൗ ഈസ് ഫാറ്റ് റിട്ടൺ ഇൻ കോഡ് ലാംഗ്വേജ്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എ തൊട്ട് ABCD അങ്ങനെ എഴുതി Z വരെ എഴുതണം. 1 2 3 4 അതും എഴുതി 26 വരെ പോകണം. അപ്പോൾ നമ്മൾ നോക്കണം എഫ് വരുന്നത്, എഫ് എന്ന് പറയുന്നത് 6-നായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും EF. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു FACT എന്ന് പറയുന്നത് നമുക്കത് എത്രാമത്തെ കോഡ് നമ്പറിൽ വരും എന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ A തൊട്ട് Z വരെ നമ്പേഴ്സ് ആൽഫബറ്റ് എഴുതി അതിന് നമ്പരും കൊടുക്കുക, എന്നിട്ട് അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ആൻസർ വരുന്നത് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ആൻസർ A ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ സർട്ടൻ ലാംഗ്വേജ് ഫ്യൂം ഈസ് റിട്ടൺ as 43 ആൻഡ് ട്രാപ്പ് ഈസ് റിട്ടൺ as 53. അപ്പോൾ ഈ ഒരു ഫ്യൂം എന്ന് പറയുന്നത് നമ്മൾ നമ്പർ നോക്കുമ്പോൾ ഇത് സെയിം മെത്തേഡാണ്, പക്ഷെ നമ്മൾ നോക്കണം ഫ്യൂം എന്ന് പറയുന്നത് 4 വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 2 അക്ക നമ്പറാണ് 43 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓരോ നമ്പേഴ്സിന് വരുന്ന നമ്പറെ പ്ലസ് ചെയ്താണ് 43. അതുപോലെ ട്രാപ്പ് ചെയ്യുമ്പോൾ 53. അതുപോലെ RIMB വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത് വരുന്നതും അതിനൊരു ആഡ് ചെയ്യുമ്പോൾ അതൊരു നമ്പറായിട്ട് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 54 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഇൻ സർട്ടൻ ലാംഗ്വേജ് ഈ വിൻഡ്ഷീൽഡ് ഈസ് റിട്ടൺ as തിരിച്ചെഴുതിയിട്ടുണ്ട്. ഹൗ ഈസ് ഫ്രണ്ട് ബാക്ക് എന്ന് പറയുന്നത് വരും എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ A തൊട്ട് Z വരെ എഴുതുക. A തൊട്ട് Z വരെ എഴുതിയതിന് ശേഷം W എന്ന് പറയുന്നത് C ആണ്, I എന്ന് പറയുന്നത് K ആണ്, അതുപോലെ തന്നെ N എന്ന് പറയുന്നത് D ആണ്, അതുപോലെ D എന്ന് പറയുന്നത് H ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ A തൊട്ട് Z വരെ എഴുതുക, എന്നിട്ട് അതിന് ഇതുമായി റീപ്ലേസ് ചെയ്ത് നോക്കുക. Wക്ക് C കൊടുക്കുക. അതുപോലെ R എന്ന് പറയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ R എന്ന് പറയുന്നത് 3 4 5 6 3 4 5 6. അപ്പോൾ ഇവിടത്തെ R എന്ന് പറയുന്നത് H ആണ്. അപ്പോൾ FH ഇവിടെ H എന്തായാലും വരണം, ആ ഒരു രീതിക്ക് നോക്കണം. അപ്പോൾ അതുപോലെയാണ് ഈ കേസ് ചെയ്യുന്നത്. അപ്പോൾ A തൊട്ട് Z വരെ എഴുതുക, എന്നിട്ട് അത് നോക്കുക. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പോൾ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും A തൊട്ട് Z വരെയുള്ള നമ്പേഴ്സ് എഴുതുക, അതിന് A തൊട്ട് Z വരെ എഴുതി അത് 1 to 26 വരെ നമ്പർ എഴുതിയിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ഒരു ലോജിക്കൽ റീസണിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. കാര്യം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സെക്ഷനകത്താണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യും, ഡൽഹി കോൺസ്റ്റബിളിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്.